ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി അച്ഛനും അമ്മയും ജീവിച്ചു. ഇനി അവർക്ക് വേണ്ടി അവർ ജീവിക്കട്ടെ. നമ്മളിതാ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നല്ല വെയിലാണ് കഴിച്ചത്, പൊന്നു വലിക്കുന്ന വെയിൽ. അപ്പൊ നമുക്ക് ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് സരസ്വതി മഹൽ ലൈബ്രറി ഉണ്ട്, പിന്നെ ആർട്ട് ഗാലറി ഉണ്ട്. നമുക്ക് നോക്കാം സ്പോട്ട് ഓപ്പൺ ആണെന്ന് വെച്ചാൽ അവിടെ പോവാം. രഥം ഈ ഏരിയയിലാണ് സാധനം ഉണ്ട്. അമ്പലം ലൈബ്രറി കൊറേ നേരം ചുറ്റണം അങ്ങോട്ട് ഏത് സൈഡാണാവോ? സരസ്വതി മഹൽ ലൈബ്രറി, തഞ്ചാവൂർ പാലസ് കോംപ്ലക്സ് ഇവിടെയാണ് സംഭവം. നമ്മളത് സരസ്വതി മഹൽ ലൈബ്രറി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കോട്ടയൊക്കെ ചൂടിയിട്ട് എല്ലാവരും വരുന്നുണ്ട്. ഉള്ളിൽ കയറി എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ നോക്കാം, എന്നിട്ട് വരാം. നമ്മളിവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. 1:30 ഓപ്പൺ ആവുക. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറാണിത്. പിന്നെ ഇവിടെ ഈ കോംപ്ലക്സിന്റെ അകത്ത് തന്നെ അതാ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ഓഫീസുകൾ, ഇവരെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളതാ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. നല്ല ചൂടായതുകൊണ്ടും തണലത്ത് നിന്നിട്ടും വലിയ ആശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇവിടുന്ന് നമ്മളൊരു ആശ്വാസത്തിന് വേണ്ടി ഒരു സർവത്ത് കുടിച്ചു എല്ലാരും കൂടെ. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിന്റെ അകത്ത് കയറി. ഇന്ത്യൻസിന് 50 ആണ് പെർ ഹെഡ്. ഫോറിനേഴ്സിന് അതന്നെ 5 പേർക്ക് പെർ ഹെഡ് 50 വെച്ച് 250. ഫോറിനേഴ്സിനാണെങ്കിൽ ടോട്ടല് ഒരാൾക്ക് 200. അപ്പം ടോട്ടല് 1000 ഒക്കെ വരും 5 പേർക്ക്. അപ്പൊ എന്തായാലും ഇന്ത്യൻസിന് 50 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുള്ള പ്ലേസസ് നോക്കാം. ബിൽഡിങ്സ് ആണ് ഇത്ര 60s സെഞ്ചുറീസില് 16th സെഞ്ചുറീസിലൊക്കെ ഉള്ള പഴയ ലൈബ്രറികളൊക്കെ ഇതിന്റെ അകത്ത് പോയി നോക്കാം. ഇതൊരു ഹിസ്റ്ററി പറയുന്ന ഒരു തിയേറ്റർ സെറ്റപ്പ് ആണ്. ഉള്ളിലൊന്നും ക്യാമറ അലൗഡ് അല്ല. അങ്ങനെ അകത്ത് കയറി അത് കണ്ടു. പിന്നെ മ്യൂസിയത്തിന് അങ്ങോട്ടും ക്യാമറ അലൗഡ് അല്ല. അങ്ങനെ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് താളിയോല ഗ്രന്ഥങ്ങള്, അതേപോലെ പഴയ കുറെ ഫ്രെയിംസ്, കുറെ സാധനങ്ങൾ. അപ്പൊ ആർട്ട് ഗാലറി എവിടെ? അറിയില്ല. ആർട്ട് ഗാലറിന്റെ അകത്ത് അടിപൊളിയായിരുന്നു. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഫ്രെയിംസും അതേപോലെ കുറെ സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ്. ഗാലറിന്റെ ഉൾവശം ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ഒരു കരിങ്കല്ല് വെച്ചുണ്ടാക്കിയ ശില്പങ്ങൾ ഒരുപാട് ഭയങ്കര പ്രിസൈസ് ആയിട്ട് നല്ല കെയർഫുള്ളി ചെയ്തെടുത്ത ഒരുപാട് ശില്പങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു 4 കെട്ട് പോലത്തെ ഈ ഒരു ഇതിന്റെ ചുറ്റിലും കാണാനുണ്ട്. പിന്നെ മേലേക്കുള്ള ഒരുപാട് ഈ ഒരു അമ്പലം പോലുള്ള സെറ്റപ്പ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അതിന്റെ നടുവിലൊരു ചെറിയൊരു ഗാർഡൻ പോലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും തഞ്ചാവൂർ വരുന്നുണ്ടെങ്കിൽ. വാച്ച് ടവറിന്റെ പേര് അത്യാവശ്യം സ്റ്റെയർ ഉണ്ട്. കുറച്ച് സ്റ്റേഴ്സ് കയറാനുണ്ട് മേലേക്ക്. ബട്ട് സ്റ്റിൽ മേലെ നല്ല വേർത്താണ്. നല്ല പഴക്കമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞാലും നല്ല അടിപൊളി ഫ്രെയിമാണ്. നല്ല കാറ്റും ഉണ്ടായിരുന്നു, തണുത്ത കാറ്റ്. ഈ ഒരു കവാടത്തിന്റെ ഫ്രണ്ടിലേക്കൊന്നും ബാക്കുന്ന ഒരു ലൈറ്റ് വരുമ്പോൾ നല്ല ഫ്രെയിമായിരുന്നു. ഇവിടെ തിമിംഗലത്തിന്റെ ഒരു സ്കെൽട്ടൺ ഉണ്ട് പിന്നില്. ഇത്ര 40 വെയിറ്റില്ല കംപ്ലീറ്റ് കാണിച്ചു. 92 feet in length, which was washed ashore near Vancouver on 26/2/1955. ഓക്കെ, വെയിലിന്റെ ബോണാണിത്. നേരത്തെ കണ്ടില്ലേ, ബാക്കിലേക്ക് അത്രയും സീനല്ലേ മകളുടെ വെയില്. ബെൽ ടവർ
നമ്മളിപ്പോ നിൽക്കുന്നത് ആർട്ട് ഗാലറിന്റെ ടോപ്പിലാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ. സീൻഡ് ക്ലൗഡ് ബെഡ്സ് സെറ്റാണ് ഇവിടെ. അടിപൊളിയായിട്ടുണ്ട്. എന്താ കപ്പിൾ ഫോട്ടോഷൂട്ട്. നമ്മള് ആർട്ട് ഗാലറി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുഴപ്പമില്ല, മേലെ നല്ല കാറ്റുണ്ട്, ഫ്രെയിംസ് ഉണ്ട്, അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള. ഇവിടുന്ന് ക്ലോക്ക് ടവറാണ്, അവിടെയും കൂടെ ഒന്ന് കയറണം. ഓക്കെ, അവിടെ എത്തിരിക്കാം. ക്ലോസ് ഇനഫ്. കുറെ ബ്രോൺസിന്റെ ശില്പങ്ങളുണ്ട് ഇവിടെ. പോയ ബിഗ് ടെമ്പിളിന്റെ ഒരു ലേഔട്ട്. പെരിയ കോവിലിന്റെ. യെസ്, പെരിയ കോവിലിന്റെ കൊറേ സംഭവമുണ്ട്. ഇതാണോ മറ്റേ ഏതാ വേളാങ്കണ്ണി. അതെന്താ? നാഗർദുർഗ. നായക്സ് ദർബാർ ഹാൾ ബ്രോൺസ് ഇമേജസ്. ബിൽഡിംഗ് 8,000 18,000 16,000 അല്ല 1,600. 1,600. അത് നോക്ക്, അടിപൊളിയല്ലേ? ഈ വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഹാളിന്റെ ഉൾവശം ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുള്ളത്. മേലേക്ക് കാണുമ്പോൾ അതിശയപ്പെടുത്തുന്ന രീതിയിലാണ് അവർ ആ കൊത്തുപണികളൊക്കെ ചെയ്ത്. ഇതിന്റെ മേലേക്ക് അവർ എങ്ങനെ ഇത് ചെയ്തതെന്ന് ഞങ്ങളിത് കണ്ടപ്പോൾ ആലോചിച്ചു. പിന്നെ കോയിൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ കോയിൻസിന്റെ ഒക്കെ കളക്ഷനാണിത്. പണ്ട് കാലത്തെ കോയിൻസ്, ബ്രിട്ടീഷുകാരുടേത്, ഇന്ത്യക്കാരുടേത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് കോയിൻസും സിൽവറും ബ്രോൺസും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ നടന്നു കാണാൻ കുറച്ച് സമയം എടുത്തു. നടരാജർ ഹാൾ. നടരാജ വിഗ്രഹം ഇല്ല അതിന്റെ ഹാൾ. അയ്യോ യെസ്. കൊറേ വിഗ്രഹങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രസമാണ്. നടരാജ വിഗ്രഹം. അവള് പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾക്ക് നടരാജ പോസൊക്കെ അറിയാം. നമ്മളങ്ങനെ 3 സ്ഥലം കവർ ചെയ്തു അല്ലേ? മ്യൂസിയം, ഗാലറി, ഇതൊക്കെ കവർ ചെയ്ത്. ഈ ബെൽ ടവറും കൂടെ കയറാന്നാ പറയുന്നത്. ഭാഗ്യരഥി ഗൈസ്, ഇവിടെ മറ്റേ തലയാട്ടുന്ന പാവുണ്ട്, അപ്പൊ അത് മേടിക്കും. ഇത് മേടിച്ചിട്ട് പോവാ. നോക്കാം. ഈ ഒരു ബെൽ ടവറാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. കുന്നലിയോ ഈ ഒരു നോട്ടീസ് കാണിച്ചത് പ്രീപെയ്ഡ് ആയിട്ടുള്ള വെഡിങ് ഷൂട്ടൊക്കെ അവിടെ അലൗഡ് ആണ്. അടിപൊളി ഫ്രെയിംസ് ഉണ്ട് അവിടെയൊക്കെ. നല്ല രസമുണ്ട്. മേലെ കയറാൻ ഇനി ഏതാ വഴി? ബെൽ ടവർ കണ്ടിട്ട് അണ്ടർഗ്രൗണ്ടാണ്. ബെൽ ടവറിന്റെ മേലെ കയറാൻ പറ്റില്ല എന്ന് അവിടെ ഇരുന്ന സ്റ്റാഫ് പറഞ്ഞത്. അപ്പൊ നമുക്ക് താഴെ ഇവിടെ ജസ്റ്റ് കാണാനും പുറമേ നിന്നുള്ള വ്യൂ മാത്രമുള്ള കാര്യമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട്. ഇതിന്റെ ഈ 2 സൈഡും ബ്ലോക്ക്ഡ് ആണ്. ഒരു സൈഡിലാണ് സ്റ്റെയർ ഉള്ളത്, മറ്റേ സൈഡ് ഈ ഒരു ഇടുക്കാണ്. ഈ ഒരു സൈഡിൽ സ്റ്റെയർ ഉള്ള ഈ സൈഡും ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേലെ കയറാൻ പറ്റില്ല, പഴയതായതുകൊണ്ടായിരിക്കാം. തുരങ്കപാത അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ഇതൊക്കെ മൂടിപ്പോയി. ഇനി നമുക്ക് പ്രശ്നം ക്ലോക്ക് ടവറിന്റെ മേലെ കയറാനുള്ള സെറ്റപ്പൊക്കെ പഴയതായതുകൊണ്ട് പ്രശ്നമായി, ഡാമേജ്ഡ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ കയറിയാൽ ഇഷ്യൂ എന്ന് വെച്ചിട്ടാണ് മേലേക്ക് അനുവദിക്കുന്നത്. നമുക്ക് ഇനി മറ്റേ തലയാട്ടുന്ന പാവ മേടിച്ചിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോണം. 3:30 ഓക്കെ, നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ടാണ് മരുന്നുകളൊക്കെ കുടിക്കുക. മരുന്നൊക്കെ കുടിക്കുന്ന ആൾക്കാരെ ഷുഗറിനും പ്രഷറിനും ഒക്കെ. നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇനി ഇറങ്ങാം.
കർഷകന്റെ ബെൽ ടവർ നീ എടുത്താ ടവർ എടുത്തതായി. എവിടെ ഡാമേജ് ഒന്നും അതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ ഉണ്ടാവും ചിലപ്പോ. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കാൻ ഒന്നാണ്. എത്ര ഐറ്റംസ് ഉണ്ട് നോക്കാം. ആണ് വൈശലി ഇത് ഫുഡ് കഴിക്കാൻ. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി മെനുവിലുള്ള 15 ഐറ്റംസും തീർന്നു. അപ്പൊ നമ്മൾ ഉള്ളത് കൊണ്ട് സാറ്റിസ്ഫൈ ആണ്. ബിരിയാണി അമ്മ 65ന്റെ ബിരിയാണി 65 ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ചാടി കയറി തന്നതാ. എല്ലാരും ബിരിയാണി, ഇവൻ മട്ടൻ ബിരിയാണി വിചാരിച്ചു വന്ന്, ഞാൻ പ്രോൺസ് ബിരിയാണി വിചാരിച്ചത്. ഒരു ബിരിയാണി ബാക്കിയില്ല. 4 മണിയുണ്ട്. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇനി കഴിക്കാം. അതെ, ഇത്രയും നേരം വേറെ നിരാശനായിരുന്നു. ഇപ്പൊ ഫുഡ് കഴിച്ച് നിരാശ മാറ്റാൻ കഴിച്ചപ്പോ അതുമില്ലേ. എന്തോ ഒരു ഭാഗ്യക്കേടുണ്ടല്ലോ എന്നൊക്കെ. നമുക്ക് ഫ്രൈഡ് റൈസും നൂഡിൽസും പിന്നെ അച്ഛനും അമ്മയും ചപ്പാത്തിയും പറഞ്ഞിട്ടുണ്ട്. ഗ്രേവി ആയിട്ട് നമ്മള് ചിക്കനും ഒരു പനീറിന്റെ ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഐറ്റംസ് വന്നിട്ട് നോക്കാം. ആദ്യത്തെ ഡിസപ്പോയിന്റ്മെന്റ് ഉപദേശം കേട്ടിട്ടും ഉറങ്ങി ജന്മണ്ട്. ക്രോസ് ടോക്ക് ബിറ്റ്വീൻ 2 ജനറേഷൻസ്. അല്ല ഗൈസ്, ഞാൻ പറഞ്ഞു പോവാണ്. അത് ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി അച്ഛനമ്മയും ജീവിച്ചു. ഇനി അവർക്ക് വേണ്ടി അവർ ജീവിക്കട്ടെ. അതുകൊണ്ട് അവരോട് പറയാണ്, കഴിവതും ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോട് പല സ്ഥലത്തേക്ക് പോവാനും, അവരോട് പല സ്ഥലത്ത് പോവാനും, പല കാണാനും, യാത്ര ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റണം. ഒരുപാട് ഫുഡുകൾ ഓരോ സ്ഥലത്തെ ഫുഡ് ട്രൈ ചെയ്യും. ഷുഗറും പ്രഷറും ഉണ്ട്, അത് പ്രശ്നമാണ്. അതെ, അതെ. ഫുഡ് മിക്സഡ് റൈസ്, എന്റേത് ചിക്കന്, ഇവന്റേത് മിക്സഡ് ചിക്കൻ ചെട്ടിനാട്, പനീർ ചെട്ടിനാട്. നമുക്ക് പ്ലേറ്റ് വരാനില്ല. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ലഞ്ചും വൈകിട്ടത്തെ ടീ സ്നാക്കും കൂടെ ഒരുമിച്ച് കഴിക്കേണ്ട അവസ്ഥയായി. കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര അടിപൊളി ഫുഡൊന്നും അല്ലായിരുന്നു. നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും നമ്മൾ കഴിച്ചിറങ്ങി. നമ്മള് ഫുഡ് കഴിച്ചു. ആശിച്ച് ഫുഡല്ല കിട്ടിയത്, പക്ഷെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ക്വാണ്ടിറ്റി ഒന്നും അധികം ഇല്ല. ഒരു പ്രൈസ് ഉള്ള സാധനമൊന്നും ഇല്ല. സംഭവം ഇല്ല. നമ്മള് പ്രതീക്ഷ അത്ര ക്വാണ്ടിറ്റിയും പിന്നെ അതൊന്നും ഇല്ല. പിന്നെ നേരം 4:15 കയറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ റെസ്റ്റ് എടുക്കണം. വീണ്ടും നമ്മൾ രാവിലെ പോയ ടെമ്പിൾ ഉണ്ടല്ലോ, ആ സ്ഥലത്ത് പോയിട്ട് പോണം. ടെമ്പിളിനുള്ളില് അത് ശരിയല്ല, രാത്രി ലൈറ്റ് ആവുമ്പോ നല്ല ഭംഗി ഉണ്ടാവത്തില്ല. അപ്പൊ അവിടെ ഒന്ന് പോയിട്ട് ഇരിക്കാം. വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കുറച്ച് ഷോപ്പിംഗ്. അപ്പം നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം.